മക്രേരി അമ്പലത്തിൽ സുപ്രസിദ്ധ സംഗീതാചാര്യൻ ശ്രീ പി ദക്ഷിണാമൂർത്തി സ്വാമികൾ മക്രേരി അമ്പലത്തിന് ആത്മാരാധനയായി അതുപോലെ സംഗീത ലോകത്തിന് ഒരു സമ്മാനമായും മക്രേരി അമ്പലത്തിലൊരു പരിപാടി 2001 ആരംഭിച്ചിരുന്നു. അതിൻ്റെ 25ാം വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഈ വർഷം പരിപാടികൾ നടത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമ്മുടെ പരിപാടി ഡിസംബർ 26, 27, 28 തീയതികളിലാണ്. 26 കാലത്ത് ആഞ്ജനേയ ലക്ഷാർച്ചനയോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. ആഞ്ജനേയ ലക്ഷാർച്ചനയ്ക്ക് ശേഷം സംഗീതാർച്ചന എന്ന രീതിയിൽ പരിപാടി തുടങ്ങും. അത് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അതിനുശേഷം 5 മണിക്കൊരു നൃത്തോത്സവം നടക്കുന്നുണ്ട്. അതിനുശേഷം ആണ് സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭദ്രദീപം കൊളുത്തുന്നത് നമ്മുടെ ക്ഷേത്രം തന്ത്രി ശ്രീ ഇരുവേശിപ്പുടവർ പ്രസാദ് നമ്പൂതിരി അവർകളാണ്. അതിനുശേഷം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ കവിയും ഗാനരചയിതാവും അതുപോലെ സിനിമാ സംവിധായകനുമൊക്കെയായ നമ്മുടെ ശ്രീകുമാരൻ തമ്പി അവർകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് അഡ്വക്കേറ്റ് കെ സത്യൻ, മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാനായ ശ്രീ കെ സത്യൻ അവർകളാണ് അതിന് അധ്യക്ഷം വഹിക്കുന്നത്. ഈ വർഷത്തെ ദക്ഷിണാമൂർത്തി സംഗീത പുരസ്കാരം ശ്രീ NB മിഥുനാണ് ലഭിച്ചിട്ടുള്ളത്. ആ സംഗീത പുരസ്കാരം സമ്മാനിക്കുന്നത് പ്രൊഫസർ കുമാരകേരളവർമ്മ അവർകളാണ്. ദക്ഷിണാമൂർത്തി സ്വാമികൾ 2001 ആരംഭിച്ച ഈ പരിപാടി 12 വർഷം സ്വാമിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നത്. സ്വാമിയുടെ ദേഹവിയോഗത്തിന് ശേഷം പിന്നീട് 12 വർഷം ദക്ഷിണാമൂർത്തി സ്മൃതിലയ ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധന യത്നം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നതും നടന്നു വരുന്നതും. അങ്ങനെയാണ് 25ാം വർഷത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. പിന്നീട് 25ാം വർഷം ആയതുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം ശ്രീ മധുപാൽ സിനിമാ നടനും പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമൊക്കെയായ നമ്മുടെ മധുപാലാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ ഈ 24 വർഷവും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന് പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സംഗീതജ്ഞരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ അവറുകളാണ് ആ പരിപാടി ചടങ്ങ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ TC ബിജു ഉദ്ഘാടനം ചെയ്യുകയാണ്. ക്ഷേത്രം തന്ത്രി ഇരുവേശിപ്പുടവർ പ്രസാദ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തലാണ്. അതോടൊപ്പം 2026 ജനുവരി 1 മുതൽ ഭക്തജനങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴിപാട് ബുക്കിംഗ് ചെയ്യാനും ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് പ്രകാശനവും മലബാർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീമതി PT വിജയ് നിർവഹിക്കും. ഇതിൽ തലശ്ശേരി ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീ K സത്യൻ അവർകളാണ് അധ്യക്ഷത വഹിക്കുക. തലശ്ശേരി ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ മുഖ്യാതിഥിയായിരിക്കും. അതോടൊപ്പം ക്ഷേത്ര ഭാരവാഹികളും മുഖ്യാതിഥിയാണ്. ഈ സർക്കാരിന് കീഴിലുള്ള മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ സർക്കാരിൻ്റെ ഭാഗമായി തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ക്ഷേത്രക്കുളം നവീകരണം, ക്ഷേത്രത്തിൻ്റെ പുതുതായി ഊട്ടുപുര നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. മതിലിന് പുറത്ത് കരിങ്കൽ പതിക്കൽ പ്രവൃത്തി, ക്ഷേത്രത്തിൻ്റെ സംഗീത പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു സോപാന സംഗീത മ്യൂസിയവും കഴിഞ്ഞ ഏപ്രിൽ 13 ബഹുമാനപ്പെട്ട
മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്ത് ക്ഷേത്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. 25 വർഷം നീണ്ടു നിൽക്കുന്ന 25ാമത്തെ വർഷമാണ് ഈ പരിപാടി ഈ വർഷം നടത്തുന്നത്.